ഹായ്. അപ്പം നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഇവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കാൻ പോവുക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഗ്രാമവീഥികളിൽ കൂടി ഒന്ന് നടക്കാൻ പോവാണ്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ എനിക്കിത് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ സ്കൂളിലായിരുന്നു. സ്കൂളിന്റെ ഉള്ളിലൊന്നും ക്യാമറാസ് ഫോൺസ് അലൗഡ് അല്ല. അപ്പൊ ഞാൻ പുറത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മുടെ ജസ്റ്റ് സ്കൂളിന് അടുത്തുള്ള സ്ഥലം കേട്ടോ. സ്കൂളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഈ സ്ഥലമൊക്കെ കാണാൻ ഇറങ്ങിയതാണ്. അപ്പം ഇത് ഞങ്ങൾ ഈ വഴി കൂടി ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളൊരു ചായക്കട കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ചായക്കട നമ്മുടെ നാട്ടിൽ കാണാൻ പോലും ഇല്ല. നമ്മുടെ അവിടെ ഈ വടയൊക്കെ ഉണ്ടാക്കുന്ന തട്ടുകടയാണെങ്കിൽ പോലും കുറച്ചുകൂടി ഡെവലപ്ഡ് ആണ്. ഇവിടെ ഒട്ടും ഡെവലപ്ഡ് അല്ലാതെ കല്ലൊക്കെ വെച്ചിട്ട് നമ്മുടെ എന്താണ് ഈ ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള ചായക്കടയൊക്കെയാണ് കേട്ടോ. പക്ഷെ അതൊരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്, ഭയങ്കര ഫീലാണ് അവിടുത്തെ ചായ കുടിക്കാനൊക്കെ. അതിലെ വഴിയുണ്ട്, ഒരു ബൈക്ക് അതിലെ പോയി കണ്ടോ. ആ കുട്ടികൾ ശരിക്കും ശല്യം സ്കൂൾ വിട്ടിട്ട് പിന്നെ പോകണേ. കാളകുത്തു ഇവിടേക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട്. ഇതൊക്കെ എന്തു പടി? അത് മറ്റേതാണ് തോന്നുന്നത്. എന്ത് ഇത് ചോളം, ഇതോ? അനാറാണത്. അതിന്റെ anar means pomegranate. pomegranate. I told you, no, there I have seen. അതാണ് ചോളം ഉണ്ടാവാൻ. ചോളം അല്ലേ, കരിമ്പല്ലായിരുന്നല്ലേ. പോത്ത് കുത്തി ചാവാനാന്ന് തോന്നുന്നു വീതി. കാള ആതിരയുടെ. എന്റെ അല്ല. വെച്ചിട്ടുള്ള എന്നെ തള്ളിയിട്ട് കൊടുക്കണം എന്റെ ഫ്രണ്ടിലേക്ക് പോകും. അപ്പം നമ്മൾ ഈ ചോളപ്പാടത്തിലൂടെ ഇങ്ങനെ നടക്കും കേട്ടോ. ചോളപ്പാടം. ദിസ് ഈസ് മൈ ഫ്രണ്ട്. ഇൻട്രൊഡ്യൂസ്, ദിസ് ഇസ് ആതിര. ദിസ് ഈസ് മൈ ബെസ്റ്റ്. എവിടെ പോയാലും ഉണ്ട് സന്ധ്യ. ഇവിടെ ശരിക്ക് മൾബറി കൃഷിയുണ്ട് കേട്ടോ. ഇത് മൾബറി ആണോ? സത്യത്തിൽ ഇത് എന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. I think it is a mulberry. That Sandhya was said that is a mulberry. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നെല്ലായിരിക്കും. നെൽപ്പാടമാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ ഇവിടെ വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള സംഭവം. പിന്നെ ഇവിടെ കൂടുതൽ ഇപ്പം ഞങ്ങൾ ഈ നിൽക്കുന്നിടത്ത് കൂടുതൽ മൾബറിയുടെ ആ കൃഷിയാണ് കേട്ടോ. ഈ സെറികൾച്ചർ, പട്ടുനൂൽ പുഴുവിൻ്റെ ആ ഒരു കൃഷിക്ക് വേണ്ടിയിട്ടുള്ള. ഇനി ഈ സംഭവം എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. ഇതെന്തെങ്കിലും കൃഷിയാണോ എന്നും എനിക്കറിയത്തില്ല. ഇതെന്തെങ്കിലും കൃഷിയാണോടി? കടുവോ? എന്തു ഈടിയും? ഇതെന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അങ്ങോട്ടൊക്കെ നോക്കുമ്പം അവിടെ കരിമ്പിൻ്റെ കൃഷിയുണ്ട് ശരിക്കും. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഇവിടെ ഇപ്പം കൂടുതലായിട്ട് മൾബറിയും പിന്നെ ഏതാണ്ട് ഈ നെൽപ്പാടമാണ്. ഈ നെൽപ്പാടം നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇത് പണ്ട് നമ്മുടെ നാടെല്ലാം ഇതുപോലെ ആയിരുന്നിരിക്കല്ലേ. പിന്നെ ഇവിടുത്തെ ഡോഗ്സ് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. അവര് നമ്മള് കടിക്കത്തൊന്നുമില്ല. നോക്കി ഇവിടെ എല്ലാം ലൈന്തു കൃഷി. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മളിവിടെ കണ്ടത് താണ്ട് ഈ ഒരു ഫ്ലവർ ആട്ടോ. ഈ ഫ്ലവറിൻ്റെ കൃഷിയാണ്. നമ്മുടെ നാട്ടിലെ പിച്ചിപ്പൂവാണ്. അതിൻ്റെ നല്ല മണമുണ്ട്. ഇവിടെ ഈ കൃഷി പിന്നെ ഈ തീറ്റപ്പുല്ല് ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഉള്ളതാണ്. ടോട്ടലി ഈ ഒരു പ്രദേശം താണ്ടി ഇതിങ്ങനെയാണ്. അതിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ.
എൻ്റെ കൂടെയുള്ളവർ നടന്നങ്ങ് ഫ്രണ്ടിൽ പോയി. ഞാനിവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വന്ന വഴിക്കെല്ലാം മൾബറി പാടമാണ്. നല്ല അധ്വാനികളായിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് തേങ്ങയിലൊക്കെ ഇഷ്ടംപോലെ തേങ്ങയൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ നമ്മളിപ്പം സ്കൂളിലെ മെസ്സിലാണെങ്കിലുമേ ഇവിടേക്ക് ഈ തെങ്ങിലൊക്കെ ഒരുപാട് തേങ്ങ ഉണ്ടെങ്കിലും സ്കൂളിലെ മെസ്സിലാണെങ്കിലും ഒരു കറിക്കകത്ത് തേങ്ങ ഇട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി കഴിച്ചപ്പം ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഈ തേങ്ങയെല്ലാം ഇവരെന്തോ ചെയ്യുവാണോ എന്തോ അതെനിക്കറിയത്തില്ല. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പണ്ടേ ഒരു ഗ്രാമവിശുദ്ധത ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് സിറ്റി എനിക്ക് കൊല്ലം സിറ്റി ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും സിറ്റി ഏരിയയിലും കുറച്ചുകൂടി ശാന്തമായിട്ടുള്ള സ്ഥലം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് അറിഞ്ഞെങ്ങാണ്ട് എനിക്കിങ്ങോട്ട് കിട്ടിയ പോലെ ഉണ്ട്. പക്ഷേ സ്ഥലമൊക്കെ നല്ല ശാന്തമാണ്. ഇവിടെയൊക്കെ പൊല്യൂഷൻ ഭയങ്കര കുറവാണ് കേട്ടോ. പക്ഷേ ഈ ഇത്രയും ചൂടുണ്ടെങ്കിലും ഇവിടെ നല്ല ചൂടാണ്, വെയിൽ നല്ല ചൂടാണ്. പക്ഷേ ഇത്രയും ചൂടുണ്ടെങ്കിലും നമ്മൾ ക്ലാസ്സിൽ നിൽക്കുമ്പോഴോ റൂമിലായിരിക്കുമ്പോഴോ ഒന്നും ഒട്ടും നമുക്ക് ഇത്ര ചൂട് വിയർപ്പോ അങ്ങനെയൊന്നും. പക്ഷേ നമ്മളാണെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ചൂടായ സമയത്ത് വീട്ടിൽ മുറിയിലിരിക്കാൻ പോലും പറ്റത്തില്ല. ഭയങ്കര ചൂടാണ്, നമ്മൾ വിയർത്തൊലിച്ചോണ്ടേ ഇരിക്കും. പക്ഷേ ഇവിടെ അങ്ങനൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. നമ്മൾ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഈ സൂര്യൻ്റെ ഇത് ഏക്കുന്നിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും ചൂടെടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത്രയും ചൂടിൻ്റെ പ്രശ്നം നമുക്ക് വരത്തില്ല. ഇത് കരിമ്പാന്നോടി? ഇതെല്ലാം കരിമ്പാട്ടോ. പിന്നെ ഇവിടെ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുളിമരത്തിൻ്റെ കൃഷി. പുളി നമ്മുടെ നാട്ടിലോട്ടൊക്കെയുള്ള പുളി കൊണ്ടുവരുന്നത് ഇവിടുന്നായിരിക്കും ഒരു പക്ഷേ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പശുവുണ്ട്. അതുകൊണ്ട് ഇവിടെ പാലിനൊക്കെ ഭയങ്കര വില. 10 രൂപയ്ക്കൊക്കെ പാല് കിട്ടും. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാം. താങ്ക് യു.